പാകിസ്ഥാനിലെ സിന്ധ് പ്രവിശ്യ സിന്ധു ദേശമാക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യ സമര പോരാട്ടം അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ബലൂചിസ്ഥാൻ ആണെങ്കിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചു എന്ന് തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ നിന്നും ഒരു റിപ്പോർട്ട് പുറത്തു വരികയാണ്. ബംഗ്ലാദേശിലെ ചിറ്റഗോങ് അടങ്ങുന്ന മേഖല സ്വതന്ത്രമാക്കണം, അതായത് ബംഗ്ലാദേശ് സെപ്പറേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം ഇപ്പോൾ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശിലെ ആർമി ചീഫായിട്ടുള്ള വഖർ ഉസ്സമാൻ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പട്ടാള അട്ടിമറി വേണ്ടി വരുമെന്നാണ്. ഈ ഭാഷയിലല്ല അദ്ദേഹം പറഞ്ഞത് എങ്കിൽ പോലും പട്ടാള ഭരണം നിലവിൽ വന്നാൽ മാത്രമേ ബംഗ്ലാദേശിന് ഇനി രക്ഷയുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം നേരത്തെയും ഇക്കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇദ്ദേഹം മുഹമ്മദ് യൂനിസ് ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ ചൈനയുമായിട്ടുള്ള ബന്ധം പോരാത്തതിന് ബംഗ്ലാദേശ് തീവ്രവാദികളുടെ ഹബ്ബായി മാറുന്നു, ഇത്തരത്തിലാണ് പോകുന്നതെങ്കിൽ അദ്ദേഹം അധികാരത്തിൽ നിന്ന് താഴെ ഇറങ്ങേണ്ടി വരുമെന്ന് പറഞ്ഞിരുന്നു. ഇതേ തുടർന്ന് വഖാറുസ്സമാന്റെ കാല് പിടിക്കാനായി മുഹമ്മദ് യൂനിസ് വഖാറുസ്സമാന്റെ ഓഫീസിലെത്തുന്ന കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. സാധാരണ പട്ടാള മേധാവികളൊക്കെ അങ്ങോട്ട് പോയാണ് ഒരു രാജ്യത്തിന്റെ തലവനെ കാണുന്നത്. എന്നാൽ ഒരു രാജ്യത്തിന്റെ തലവൻ ഓടിപ്പിടച്ച് പട്ടാള മേധാവിയുടെ കാല് പിടിക്കാൻ വരുന്ന ഒരു കാഴ്ചയായിരുന്നു ആ സമയത്ത് നമുക്ക് കാണാനായി സാധിച്ചത്. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ധാക്ക അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള മുഹമ്മദ് അസാസ് എന്ന് പറയുന്ന ഒരാൾ അവിടെ ചുമതല ഏറ്റിട്ടുണ്ട്. ഈ ധാക്ക അഡ്മിനിസ്ട്രേറ്റർ ഹിസബ് ഉത് തഹീർ എന്ന് പറയുന്ന ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ ഭീകരവാദിയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷന്റെ ഭീകരവാദിയായിട്ടുള്ള ഒരാൾ ധാക്ക അഡ്മിനിസ്ട്രേഷന്റെ ചുമതല കൂടെ ഏറ്റെടുത്തതോടുകൂടി ചിറ്റഗോങ്ങിലുള്ള പ്രക്ഷോഭം കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട് എന്ന് കണ്ട് ഒരു പട്ടാള അട്ടിമറിക്ക് ബംഗ്ലാദേശ് ഒരുങ്ങുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉടനെ തന്നെ പാകിസ്ഥാൻ രണ്ടായി പിളർന്നതുപോലെ ബംഗ്ലാദേശും പിളരുമോ എന്ന ചോദ്യമാണ് ഇവിടെ ഉയരുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.